ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കല്യാണം കൊണ്ട് വലിയൊരു ഭൂകമ്പം തന്നെയാണ് ദേവമംഗലത്ത് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മീനുവിനെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ, പാവം. എല്ലാം കണ്ട അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും മീന് കാണിക്കുന്നില്ല. ഭർത്താവിൻ്റെ ആ അഭിമാനം ക്ഷയിച്ചു പോയില്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള കലിപ്പാണ് അവിടെ മീനുവിനോട് എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗോമതിക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്തും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും വന്നിരുന്ന് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പിടിച്ചിരുത്തി. പക്ഷേ അവർ രണ്ടുപേരും ഇങ്ങനെ അന്യരെ പോലെ അവിടെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാലന് കഴിക്കാൻ പറ്റിയില്ല. ബാലൻ എല്ലാം കൂടെ എറിഞ്ഞിട്ടിട്ട് നേരെ റൂമിലേക്ക് കയറി വാതിലങ്ങ് അടച്ചു. വാതിലടച്ച് വിഷമിച്ച് ഇരിക്കുന്ന ബാലനെ എല്ലാവരും പുറത്തുനിന്ന് വിളിക്കുവാണ്, വാതിൽ തുറക്കുക, വാതിൽ തുറക്കുക എന്നും പറഞ്ഞു. പക്ഷെ ബാലൻ വാതിൽ തുറക്കുന്നില്ല. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആര്യൻ നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് രാമേട്ടൻ്റെ കൂടെ രാമേട്ടൻ്റെ റൂമിലുണ്ട്. അപ്പോൾ ആ മകനെക്കുറിച്ചെല്ലാം ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ബാലൻ. പക്ഷേ അത് ആരോടും ബാലൻ പറയുന്നില്ല, തൻ്റെ ഉള്ളിലെ നീറ്റിൽ എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മീനുവിനോടും അതുപോലെ ആകാശിനോടും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞു ധർമ്മജൻ. അത് കണ്ടപ്പോഴേക്കും, ഇവിടെ വേറെ ആരും കഴിച്ചില്ലെങ്കിലും അവളെ കഴിപ്പിക്കണം, നിനക്ക് അല്ലേടാന്നും ചോദിച്ചോണ്ട് ധർമ്മനോട് ദേഷ്യപ്പെടുവാണ് ചേച്ചി. പിന്നെ ഈ വീട്ടിലേക്ക് കയറി വന്ന് ഈ കൊച്ചിനെ ഇന്നത്തെ ദിവസം പട്ടിണിക്കിടാൻ പറ്റുമോ ചേച്ചി എന്നും ചോദിച്ചുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ധർമ്മൻ അത് ചോദിക്കുമ്പോഴും കഴിച്ചോ, നിങ്ങളൊക്കെ കൂടി ഇരുന്ന് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു രാത്രി പട്ടിണിയായിട്ടും പരിവട്ടമായിട്ടും അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. മീനുവിൻ്റെ അന്നത്തെ ആ ഒരു ദിവസം ഭയങ്കര ഇതായി. അത് കഴിഞ്ഞ് പിന്നെ മീനു എവിടെ കിടക്കും, മീനുവിനെ എവിടെ കിടത്തും? ആകാശിൻ്റെ കൂടെ എന്തായാലും കിടത്തില്ല. ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്തു, പോയി നിൻ്റെ റൂമിൽ കിടക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ പറഞ്ഞു വിട്ടു. മീനു അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം മീനുവിനോട് പോയി അനുവിൻ്റെ കൂടെ കിടക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അനുവിൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞ് അനുവിൻ്റെ റൂം മീനുവിന് കാണിച്ചു കൊടുത്തു. ആകാശിനെ പതിവ് പോലെ തന്നെ ആകാശിൻ്റെ റൂമിലേക്കും ഇവരുടെ എല്ലാവരുടെയും കൂടെ അങ്ങ് പറഞ്ഞും വിട്ടു. അത് കഴിഞ്ഞപ്പോൾ മീനു ആണെങ്കിലും മുറിയിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്നിട്ട് പിന്നെ അനുവൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അനുവിനോട് പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ആരോടും സംസാരിക്കാനൊന്നും നിൽക്കരുതെന്ന്. പക്ഷെ അനുവും മീനും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുറിയിലിരുന്ന് ഇരിപ്പുറയ്ക്കാതെ നമ്മുടെ ആകാശ് പതുക്കെ ഇറങ്ങി ഇങ്ങനെ വന്നു. ആകാശം ഇറങ്ങി വന്ന് മീനുവിനെ ജനലിലൂടെ വിളിക്കുക. അപ്പോൾ ജനൽ തുറന്നു മീനു. എന്നിട്ട് ഇങ്ങനെ ജനലിലൂടെ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നു. സങ്കടമായോ നിനക്ക് എന്ന് ആകാശ് ചോദിക്കുമ്പം സങ്കടമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ എന്ന് മീനു ചോദിക്കുന്നു. എന്തായാലും മീനുവും ആകാശവും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നീ ക്ഷമിക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് മീനു എന്നിട്ട് ഇങ്ങനെ പറയുക. നിനക്ക് സങ്കടമായോ എന്നൊക്കെ ആകാശിനോട് മീനു ചോദിച്ചു. സങ്കടമൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് ഇവരങ്ങ് പോയി. രാവിലെ ആയി. മീനു എന്നിട്ട് കിടന്നു കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ മീനു വരുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ, അതായത് നമ്മുടെ ബാലൻ ഇങ്ങനെ കതക് തുറന്നു വരുമ്പം അച്ഛാ ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ചെല്ലുന്നു. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും മെരുക്കിയെടുക്കാൻ സ്നേഹം കൊണ്ട് കഴിയും എന്ന് നമ്മുടെ മീനുവിന് അറിയാം. അത് നമ്മുടെ ആകാശം പറഞ്ഞു കൊടുത്തിരുന്നു. അവിടുത്തെ രീതികളൊക്കെ ആകാശം പറഞ്ഞ് മീനുവിന് അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ചെന്ന് അച്ഛനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ബാലനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ബാലൻ ഇഷ്ടമാട്ടോ മീനുവിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പുറമെ കാണിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഗൗരവക്കാരനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അച്ഛാ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. അച്ഛാ കാപ്പി എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ജോലിക്ക് പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു അച്ഛനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അച്ഛൻ ഇങ്ങോട്ടൊന്നും പറയുന്നില്ല, എല്ലാം അങ്ങോട്ടാണ് പറയുന്നത്. എല്ലാം പറഞ്ഞ് നമ്മുടെ മീനു നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് ചെന്ന് അപ്പോൾ മീനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മീനുവിനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ നിൽക്കുക. ആ നിൽപ്പിൽ അറിയാം ബാലൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കടുകുമണിയോളം നമ്മുടെ മീനുവിനോട് ഇഷ്ടമുണ്ടെന്നുള്ളത്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഗോമതി ഭയങ്കര തിരക്കിട്ട് അവിടെ ജോലികളാണ്. അപ്പം അമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ നമ്മുടെ മീനു ചോദിച്ചപ്പോൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്ര മണിക്ക് ജോലിക്ക് പോകണമേ, അതാണമേ ഇതാണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ വാതോരാതെ സംസാരിക്കാം. വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു, വീട്ടിലെ എല്ലാവരെക്കുറിച്ചും പറയുന്നു. അങ്ങനെയെല്ലാം നമ്മുടെ മീനു ഇങ്ങനെ ഗോമതിയോട് സംസാരിക്കുക കേട്ടോ. ഗോമതി ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ഗോമതി അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്യുന്നു, എന്തൊക്കെയോ ഉണ്ടാക്കുന്നു, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഗോമതിക്ക് മീനുവിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ പറയുകയും കൂടെ ചെയ്തപ്പോൾ ആ ഒരു ഇഷ്ടം ഇച്ചിരി കൂടെ അങ്ങ് കൂടുതലാവുകയും ചെയ്തു.
എന്തായാലും അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് നമ്മുടെ ഗോമതി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നു. മോളാണെങ്കിൽ വാതോരാതെ വർത്താനം പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മീനു ചായ എടുക്കുന്നു. അതുപോലെ തന്നെ മീനും എല്ലാത്തിനും കൂടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീനു ചായയൊക്കെ എടുത്ത് നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ആകാശിന് ചായ കൊടുക്കാൻ ചെന്നപ്പോൾ ആകാശ് മീനുവിനെ കണ്ടതും പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം ടെൻഷനായി, മൊത്തത്തിൽ ടെൻഷനായി. എന്താ ദൈവമേ, ഇനിയിപ്പോൾ ഇവൾ എൻ്റെ അടുത്തേക്ക് വന്നത് അവരെങ്ങാനും കണ്ടാൽ അത് അതിനേക്കാളും വലിയ വിഷയമാവുമല്ലോ എന്ന് ഓർത്ത് പേടിച്ച്. എന്നിട്ട് ചായ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തു. ചായ കൊണ്ടു കൊടുത്തിട്ട് നീ എന്താ കടയിൽ പോകണില്ലേ എന്ന് ചോദിച്ചു. ആ പോകുന്നുണ്ട്. എന്നാലേ വേഗം അച്ഛൻ ഇറങ്ങുന്നതിന് മുമ്പ് പോയി കട തുറക്കാൻ പറഞ്ഞ് ആകാശിനോട് പറയാം. പെട്ടെന്ന് വേണം, ഇനി പഴയതുപോലത്തെ നിൻ്റെ ഈ പരിപാടിയൊന്നും നടക്കില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം, എനിക്ക് ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ നീ ചെന്ന് കട തുറക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നിൻ്റെ കൂടെ വേണം എനിക്ക് പോകാൻ, അങ്ങനെയൊക്കെ നമ്മുടെ മീനു ഇതെല്ലാം പറഞ്ഞു കേട്ടോ. മീനു ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. പോയപ്പോഴും ആകാശം ഇങ്ങനെ പേടിച്ച് നിൽക്കുക. പോയ മീൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആകാശിനെ ഇങ്ങനെ തുറച്ച് നോക്കുക. അപ്പോൾ വഴക്കുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ആകാശം നിൽക്കുന്നത്. പക്ഷേ മീനും ഇങ്ങനെ അടുത്തേക്ക് വന്നാൽ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോഴാണ് ആകാശിൻ്റെ ശ്വാസം നേരെ വീണത്. കാരണം മീനും അടിയുണ്ടാക്കാൻ വന്നതല്ലല്ലോ. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ആകാശം ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും മീനു ആ വീടൊന്നും മൊത്തത്തിൽ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് ഇടഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും നമ്മുടെ മീനു വരുതിക്കാക്കുന്ന ആ ഒരു അസുലഭ എന്താ പറയുന്നത് സുന്ദര നിമിഷം എന്നൊക്കെ പറയാലോ. അങ്ങനെ ആ ഒരു അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ നമ്മുടെ മീനു എല്ലാവരെയും കാൽ ഭാഗത്തോളം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ സമയത്താണ് മൂത്ത ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ആ മുതൽ കയറി വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ അവിടെ തൊടുന്നത് കുറ്റം, ഇവിടെ തൊടുന്നത് കുറ്റം, അതിന് കുറ്റം, ഇതിന് കുറ്റം, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അമ്മയോട് കുറേ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അച്ഛനോട് കുറേ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോഴേക്കും നമ്മുടെ മീനു ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആശാത്തി കയറി വരുന്നത്. കയറി വന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മീനു പോകാൻ റെഡി ആയിട്ട് വരുന്നു. അപ്പോൾ യാത്ര എല്ലാവരോടും പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് മീനു ഇറങ്ങുന്നു. മീനു ഇറങ്ങിയ സമയത്തിന് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഇതിന് ഇച്ചിരി കിട്ടപ്പോറുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇച്ചിരി അങ്ങോട്ട് വരും. കാരണം ഇച്ചിരി ആഭരണത്തിനോടും ഇതിനോടൊക്കെ ഇച്ചിരി കമ്പമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന സാധനമാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ പറയാം. അപ്പോൾ മീനു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് കുറച്ചൊരു ഇവക്കെങ്ങനെ ഇതൊക്കെ അറിയാവുന്നേ, അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ മേടിച്ച് തരാട്ടോ എന്നൊക്കെ നമ്മുടെ മീനു ഇങ്ങനെ പറഞ്ഞു. മീനു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ആ ഒരു ദേഷ്യം പകുതി അങ്ങ് പോയിട്ട് എൻ്റെ ഇതെന്നറിയാം എന്നും പറഞ്ഞൊരു ചിരിയോടുകൂടി ഇങ്ങനെ നോക്കുക. എനിക്കറിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ മീനു പുള്ളിക്കാരി ഇന്ന് സോപ്പിട്ടു. അതിന് ശേഷം ആകാശിനെയും കൂട്ടിക്കൊണ്ടുവന്ന് പോവുക. അപ്പോൾ ഇവളെ സോപ്പിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടപ്പോരുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചേച്ചി പെണ്ണിങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ആകാശവും മീനുവും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യനാണെങ്കിൽ രാമേട്ടൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ആര്യൻ അവിടെ ഉള്ളത് കൊണ്ട് രാമേട്ടന് നേരത്തെ ഒന്നും നോക്കാതെ ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ രാമേട്ടൻ രാവിലെ തന്നെ ആര്യൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ മീനു രാമേട്ടനുമായിട്ട് സംസാരിച്ചു. രാമേട്ടന് മീനുവിന് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ആര്യൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആര്യൻ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മീനു തന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് നമ്മുടെ ആര്യന് കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ ആര്യനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ആര്യന് ചായ കൊടുക്കുന്നു. അപ്പോൾ ഏട്ടത്തിയെ കണ്ടപ്പോഴേക്കും ആര്യനൊന്നും ഞെട്ടി. ഏട്ടത്തി എന്താ ഇവിടെ? ഏട്ടത്തി ഇന്നലെ വീട്ടിലല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്, അപ്പോൾ നിന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആര്യനോട് സ്നേഹത്തോടെ ഏട്ടത്തി അമ്മ നന്ദി പറയാം. അപ്പോൾ ഏട്ടത്തി എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? ഇതൊക്കെ എൻ്റെ കടമയല്ലേ എന്ന് ചോദിച്ചു. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്നോടുള്ള ദേഷ്യമൊക്കെ അച്ഛൻ്റെയൊക്കെ മാറും, ഏട്ടത്തി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ. പിന്നെ ഏട്ടത്തിയോട് വീട്ടിലെല്ലാവർക്കും ഒരു നീരസമൊക്കെ ഉണ്ടാവും, അതൊന്നും ഏട്ടത്തി കാര്യമാക്കരുത്, പക്ഷേ എല്ലാവരും ശുദ്ധരാ, അതൊക്കെ പതുക്കെ മാറിക്കോളും, ഇതൊക്കെ പറഞ്ഞ ആര്യൻ. അപ്പോൾ അതൊക്കെ തനിക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ ആര്യനോടും പറയണം. അങ്ങനെ ഇവർ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആര്യനോട് വീട്ടിലേക്ക് വരണം ഇതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഞാൻ വരില്ല ഏട്ടത്തി, ഇറക്കി വിട്ട ആൾ തന്നെ എന്നെ തിരിച്ച് വിളിക്കും, ആ തിരിച്ച് വിളിക്കുമ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ മീനുവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഏട്ടത്തി അനിയനും കൂടെ സംസാരിച്ചു. എന്നിട്ട് ആകാശ് എന്തെന്ന് ചോദിച്ചു. ആകാശിനെ കടയിൽ പറഞ്ഞു വിട്ടു. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ മീനുവോട് നിന്ന് യാത്ര പറഞ്ഞു പോരുവാണ്. ഇപ്പം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മുടെ ഗോമതിയും അതുപോലെ ബാലനും ഇരുന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തായാലും തന്നിഷ്ടം കാണിച്ചെങ്കിലും അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത പെണ്ണിനൊന്നും അല്ല അവൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, സ്നേഹമുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഇനി മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് മൂത്ത നാത്തൂനും വന്ന്
പകുതി കുറ്റമാണ് എങ്കിലും കാൽ ഭാഗം മീനാക്ഷിയുടെ ഒരു നല്ലതൊക്കെ ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. എന്തായാലും വീട്ടിൽ ആ ഒരു ഇതൊക്കെ മൊത്തത്തിൽ മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. എന്തായാലും നമ്മുടെ മീൻ വന്നതിൻ്റെ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും സോപ്പിട്ട് കുപ്പിയിലാക്കാൻ നമ്മുടെ മീൻ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.